ഹലോ ഗായ്സ്, അങ്ങനെ ഞെട്ടിത്തെറിച്ച് കണ്ണൊക്കെ പുറത്തേക്ക് ചാടി പിടേറെ പടങ്ങി നിന്നതിന് ശേഷമുള്ളൊരു വീഡിയോ എടുപ്പാണിത്. എന്താന്നല്ലേ, ഈ മുതൽ ആരാ അങ്ങ് മാൽദീവ്സിലുള്ള എൻ്റെ കെട്ടിയവൻ. ഈ മനുഷ്യൻ ഇങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് വലിയ വശമല്ല. മോളെ ഓഡിറ്റാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് വിളിക്കണ്ട, ഞാനിന്ന് ഭയങ്കര ബിസി ആയിരിക്കുന്നു പറഞ്ഞ ആ സാധനമാണ് ഇത്. ഞാനതുകൊണ്ട് ശല്യം ചെയ്യേണ്ട ആവശ്യം വിളിച്ചേയില്ല. എന്നിട്ട് ആ സങ്കടത്തിന് ഞാൻ കിടക്കുകയാണ്. ഇന്ന് ഇന്നെ വിളിച്ചില്ല ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് സാഡ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് കിടക്കുകയാണ്. ഈ രണ്ട് മുതലുകൾക്ക് അറിയായിരുന്നു മോൻ ഇന്ന് വരുന്നുണ്ടെന്ന്. എന്നോടൊരു വാക്ക് എല്ലാവരും കൂടി ഇമാതിരി സർപ്രൈസ് എനിക്ക് തരുന്നത് ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആകെ ഞെട്ടിത്തരിച്ച് അങ്കലാപ്പിലാണ് ഗായ്സ്. എനിക്ക് പറയാനുള്ള വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇമാതിരി സർപ്രൈസ് ഒന്നും ആർക്കും കൊടുക്കരുത് മനുഷ്യ. എനിക്ക് അങ്ങനെ അറ്റാക്ക് വന്ന് പോയിരുന്നെങ്കിൽ ആരും സമാധാനം പറഞ്ഞാന്. എനിവേ ഹാപ്പി, താങ്ക് യു. അമ്മയെ വെറുതെ അല്ല, അമ്മ ആക്കുന്ന ചിരിയൊക്കെ എന്നെ ചിരിച്ചല്ലേ. രാവിലെ പോവാറുമ്പോ അമ്മ ആക്കി ചിരിച്ചപ്പോ എൻ്റെ പൊന്നു മക്കളെ കിളി പാറുന്നൊക്കെ പറയുന്നില്ല, അമ്മാതിരി സർപ്രൈസ് ആയിരുന്നു. ഐശേട്ടൻ ഒരു തുള്ളി ഹിൻറ്റ് പോലും എനിക്ക് തന്നില്ല. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഏട്ടൻ അത് സെറ്റാക്കി എന്നുള്ളതാണ്. ഞാൻ വന്ന് ശരിക്കും അറ്റാക്ക് വരാൻ ആരൊക്കെയോ ഭാഗ്യം ദൈവമേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കിടക്കുക, ഐശേട്ടൻ മെസ്സേജ് അയച്ചില്ല, വിളിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുക. മക്കളൊക്കെ ഉറങ്ങി. അന്നേരണ്ട് അമ്മ വിളിക്കുന്ന മോളെ വേഗം താഴോട്ട് വന്ന്. അച്ഛനാണെന്ന് ആരോടും പറയുന്നത് ഭയങ്കര യോഗ ക്ലാസ്സിനൊക്കെ വേണ്ടേ രാവിലെ. അപ്പോൾ അടുക്കി പിടിച്ചെന്ന് ഇതിലിങ്ങനെ നടക്കണ്ടേ. ഞാൻ ഈശ്വര ഇനി അച്ഛൻ നെഞ്ചുവേദന എന്തെങ്കിലും വന്നോ, ഇനി വേദന എന്തെങ്കിലും ആയോ വെച്ചിട്ടാണ് ഞാൻ മോനെ കടട്ട് AC വരെ അവിടെ ഓണാക്കിയിട്ടിട്ട് വാതിലൊക്കെ തുറന്നിട്ട് ഞാൻ താഴത്തേക്ക് ഓടിപ്പോയതാ. ചെന്നപ്പോൾ അതിലും വലിയ ഷോക്ക്. ഞാൻ വാതിലങ്ങോട്ട് കടന്നിങ്ങോട്ട് വരുമ്പോഴത്തേക്കും വൈശാഖിനെ കണ്ട് ഞാൻ എന്താ പറയേണ്ടേക്ക് അറിയില്ല. അത്രയ്ക്കും ഞാൻ ആകെ എന്തോ ആയിപ്പോയി. കുറച്ചായിട്ട് ഞാൻ അനങ്ങും ചെയ്തില്ല. അവസാനം അമ്മ പറഞ്ഞു പോയി ഒന്ന് തട്ടിയൊക്കെ ഇതിനേന്ന്. പക്ഷേ ഞാൻ വരുന്ന വീഡിയോ പൊട്ടന്മാരും എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു എൻ്റെ ഷോക്കിംഗ് ഒരു ഫേസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖിനെ മതിൽ ചാടി വന്നതിൻ്റെ ക്ഷീണത്തിലായിരുന്നു കേസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നു പോയെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എല്ലാ മനുഷ്യങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അല്ലൂട്ടനാണെങ്കിൽ വൻ അങ്കലാപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം പിന്നെ ഏട്ടനടുത്ത് പോയി കിടന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഉറക്കത്തിൽ എന്തൊക്കെയോ ചെയ്യുക ചെക്കൻ. ദൂരെ വിട്ടിരുന്ന് മാറി നിന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. തുമ്പി പോവാ പോട്ടെ തുമ്പി പോട്ടെ. വേണ്ട, അച്ഛൻ്റെ അടുത്ത് വരി കുട്ടി. വരി പാവച്ചേ ഇവിടെ വാ. ഇതൊക്കെ നാളാണ് തുമ്പിക്ക്. മോളെ അച്ഛൻ്റെ ഉമ്മ കൊടുക്കടി പൊന്നെ. തുമ്പിയെ അടി. ഈശ്വര, എനിക്കെന്തോ പറ്റിയതാണോ അല്ലെ നിങ്ങൾക്ക് എന്തോ പറ്റിയതാണോ? ഞാൻ നോക്കി എന്താ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അച്ഛൻ്റെ അടുത്ത് പോലില്ല തുമ്പി. മോളെ മോളെ ഇത് എന്റെ അച്ഛനാ. ആരെ കരഞ്ഞോട്ടെ. അച്ഛമ്മ കരയുന്നു, അച്ഛമ്മയുടെ അടുത്ത് പോണോ? പിന്നെ പുലർച്ചയ്ക്ക് എങ്ങനെ മക്കളെ ഞങ്ങൾ ഉറങ്ങിയത്. കാരണം ഇവർ രണ്ടുപേരും അച്ഛനോട് വൻ വിശേഷം പറച്ചിൽ, അച്ഛനുമായിട്ട് കഥ പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനിതായിട്ട് സിങ്ക് ആവാൻ കുറച്ച് സമയം എടുത്തു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. പക്ഷെ കുറേ ദിവസം ലീവൊന്നും ഇല്ല കേട്ടോ. 20 ദിവസത്തെ ലീവേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും 1 ഇയർ കഴിഞ്ഞിട്ട് വരും എന്ന് പറയുന്ന മനുഷ്യൻ 7 മാസം കഴിയുമ്പോൾ വന്നാൽ ഞാൻ ഞെട്ടില്ലേ. അപ്പോൾ എന്തായാലും ഓണം അടിപൊളിയായി, ഏട്ടൻ ഇവിടെ ഉണ്ടാവും. പക്ഷെ കട്ട അവിടെ ഉള്ളപ്പോൾ വരാൻ പറ്റില്ല. അതും ഭയങ്കര സങ്കടമായിപ്പോയി.
ആക്ച്വലി ഞാനും അശ്വിനിയും ഒക്കെ കൂടെ ടൗണിൽ പോകാൻ പ്ലാൻ ഇട്ടായിരുന്നു. അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താണ് കേട്ടോ അച്ഛൻ. ഓൾക്ക് അറിയില്ല കാര്യം, വന്നാൽ അറിയാം അവളെ എക്സ്പ്രഷൻ എന്താന്നുള്ളത്. അച്ഛൻ്റെ അങ്ങനെയായി കണ്ടോ, ഓളെ എക്സ്പ്രഷൻ കണ്ടോ, ഞെട്ടിത്തരിച്ചു പോയി കുട്ടിയും. ഓള് നല്ല രീതിക്ക് ഞെട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവൾ ഇന്നെ ചീത്ത അറിയാൻ വേണ്ടി വരികയാണ്, എന്തെങ്കിലും റെഡി ആവാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോഴാണ് ഇത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ടൗണിൽ പോകാനുള്ള പ്ലാൻ ഇട്ട് കണ്ടപ്പോഴേ അമ്മ ഉണ്ട് ചിരിക്കുന്നു, ശരിയാന്നൊക്കെ തലേന്ന്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യം കത്തിയത്. കട്ടയും കല്യാണിയും വിളിച്ചപ്പോഴും ഓരോ ഒരു കളിയാക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെന്തിനീ കളിയാക്കുന്നതെന്ന് പിന്നെയാണ് കാര്യം കത്തിയത്. ഇതിപ്പോൾ എന്താ ചേട്ടൻ തിരിയാത്തത്, മാൽദീവ്സ് അങ്ങനത്തെ സ്ഥലമാണല്ലോ. അപ്പോൾ അവിടുന്ന് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് ചേട്ടന് നല്ല രീതിക്ക്. അപ്പോൾ നല്ലൊരു കളർ വേരിയേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഭാര്യയുള്ളത് ഏട്ടൻ്റെ ഭാഗ്യം അല്ലേ. ഞാനൊരു ക്ലീനപ്പ് ഒക്കെ ചെയ്ത് ഒരു സ്ക്രബൊക്കെ ചെയ്ത് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പം ഞാനും അത് വേസ്റ്റ് ആക്കാൻ ഏട്ടൻ മാത്രം അങ്ങനെ ആയ പറ്റില്ല. അപ്പം ഞാനും ചെയ്തു. അപ്പോൾ തുമ്പി അതിന് കച്ചറ ഉണ്ടാക്കി, എനിക്ക് മേനാന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ കൊണ്ട് ഞാൻ അമ്മേനെ മൊത്തം തേച്ച്. അച്ഛനെയാണ് ഞാൻ പിടിക്കാൻ വിചാരിച്ചത്, പക്ഷെ അച്ഛൻ ഇന്ന് എന്തോ മീറ്റിംഗ് എന്തോ കാര്യം ഉണ്ടായിട്ട് അച്ഛൻ എന്തോ വഴിക്ക് പോയപ്പോൾ ഞാൻ അമ്മേനെ മൊത്താക്കിയത്. അമ്മ അവിടെ തേങ്ങ ചെലവ്, പക്ഷെ അമ്മയുടെ മുഖത്ത് നിന്നിട്ട് കണ്ട അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാണ് കേസ്. ആരോ കാണും ഫോൺ കാണും. അശ്വിനി എന്ന് പോവാഞ്ഞേ? അയ്യോ അതിന് ബസ് കിട്ടിയില്ലേ? എന്റെ മൂത്താക്കിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ പോകട്ടെ. പോവാണ് ഇതെന്താ കോലും. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കണം. റീനമ്മേനെ എന്ത് ഞെട്ടിക്കണം. അപ്പു കാര്യം ഇവിടെ എല്ലാം ഒരു തൃശ്ശൂരാണുള്ളത്, ആരും അറിഞ്ഞിട്ടില്ല ചേട്ടൻ വന്നത് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് അയച്ചു നിൽക്കുന്നത് സാഫാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അടിപൊളി ഐറ്റമാണ് കേസ്, മസ്റ്റാണ്. നിങ്ങളൊന്ന് കയറി നോക്കും, ഒരുപാട് ഐറ്റംസ് അവിടെ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. തുമ്മിമോളുടെ ഈ ഡ്രസ്സ് ഒമെല്ല കൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അയച്ചു തന്നിരിക്കുന്നത്. ഇതും അടിപൊളി ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോണ വഴിക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തി, ഞങ്ങളുടേതായ ഫോട്ടോഷൂട്ട്. ഓക്കെ, എൻ്റെ ആ ഡ്രസ്സിൻ്റെതും തുമ്പിമോളുടെ ഈ ഡ്രസ്സിൻ്റെതും ഒക്കെ കൊളാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, പിക്കൊക്കെ എടുത്തു. ഒക്കെ നമ്മുടെ പുതിയ ക്യാമറാമാൻ വന്നല്ലോ, അല്ല നമ്മുടെ പഴയ ക്യാമറാമാൻ പുതിയത് ഒന്നുകൂടെ വന്നല്ലോ. അങ്ങനെ ആക്ച്വലി ഈ സമയമൊന്നും ഞാനൊരു നോർമൽസിലേക്ക് വന്നു വെച്ചാൽ ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓർക്കും, എന്നിട്ട് പറയും എന്നാലും എൻ്റെ അളിയ ഈ രശ്മിന്ന് ദിലീപ് ഒരു സിനിമയിൽ പറയുന്നില്ലേ, അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏട്ടോട് എന്നാലും എൻ്റെ ഏട്ടാ എന്ന് പറയും കേട്ടോ. അത്രയ്ക്ക് ഞാൻ ഭയങ്കര എന്താ പറയുക, അടി കിട്ടിയ പോലെ ഞെട്ടുക എന്ന് പറയില്ല, അതുപോലെ അല്ലായിരുന്നോ അങ്ങനെ. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മേനോട് ഞാൻ ആക്ച്വലി പറഞ്ഞത് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന്, ഞാൻ പാച്ചൂച്ചനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം എന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വൈശേട്ട വന്നപ്പോൾ എൻ്റെ പ്ലാൻ മാറി. പക്ഷെ അമ്മയ്ക്കറിയില്ലല്ലോ, പ്രതീക്ഷിച്ച് നിൽക്കുന്നല്ലേ മമ്മി. എന്നിട്ട് ഹോണടി വൈശേട്ടാ, ഹോണടിക്കട്ടെ, ഗേറ്റ് ഓർക്കണോ? ദിസ് ഇസ് ടു മച്ച്. മോളെടുക്കി പോയിട്ട് പൈസപ്പത്തി മണിയേട്ടൻ പറഞ്ഞേ വിചാരിച്ച് അച്ഛൻ വണ്ടി ഓടിച്ചു വന്നു വെച്ചപ്പോ എപ്പോഴേ വന്നേ ഇന്നലെയോ ഈ സാധനം എന്നിട്ട് അറിയില്ലല്ലോ, എന്നോട് പറയണ്ടേ, ഞാൻ വരെ ഞെട്ടി. വിളിച്ചു നിന്നെ അത് ഞങ്ങൾ സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. ആരാ തുമ്പിയെ തല മുട്ടിയോ? അയ്യോ ശാരദ, പൈസ എപ്പോഴെത്തി? ഇന്നലെ രാത്രി ഞാൻ വരെ ആയിട്ട് മിക്ക അറ്റാക്കറ്റ വന്നേനെ. കേറുവാണേ പോർന്ന് ജന്തു അതിന്റെ സ്റ്റൈലാക്കല. അപ്പൊ അത് അച്ഛൻ വന്നോ? സന്തോഷായോ?
അങ്ങനെ എപ്പോഴും വീട്ടിലെത്തി ഞങ്ങൾക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സാധനം പൂരിയാണ് കേട്ടോ. അമ്മ പൂരിയൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അമ്മമ്മേനെ അമ്മച്ചനെന്ന് വിളിച്ചു. അമ്മച്ചനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ അറിയാത്ത ഒരാളാണ്, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അമ്മച്ചൻ ആരാ അത് എന്നുള്ള മട്ടിലാണ് കേട്ടോ നോക്കുന്നത്. അപ്പം ഞാൻ ഈ മനുഷ്യനെ കാണിച്ചു കൊടുത്തു. അപ്പം അമ്മച്ചൻ ആദ്യം കത്തിയില്ല, പിന്നെയാണ് മനസ്സിലായത്. കണ്ടാ അടാ എന്ന് പറഞ്ഞിട്ട് നോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഞെട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സർപ്രൈസായി പോയതാണ്. പിന്നെ അമ്മച്ച പ്രേമേ വേഗം വാ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മേനെ. അപ്പം അമ്മ ഇതോടി വന്നിട്ടുണ്ട് കണ്ട്. അത് അമ്മച്ചൻ വിളിച്ചാൽ പിന്നെ അമ്മച്ചൻ്റെ അടുത്ത് തന്നെയാണ്. അവരിപ്പോൾ വയനാട്ടിലാണ് കേട്ടോ ഉള്ളത്. വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് വരണ്ടേ ഉള്ളേ, പിന്നെ എന്ത് ചെയ്യാനാണ്, വിളിയാണ് ഞങ്ങൾ. അങ്ങനെ ഇതാ അമ്മമ്മ വന്നിട്ടുണ്ട്. അമ്മമ്മ നോക്കുകയാണ് ഇത് ആരാന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ വൈശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ വൈശ എപ്പോഴാ വന്ന് എന്നിട്ട് പിന്നെ അമ്മമ്മേൻ്റെ കഥ കേട്ടോ. എനിക്ക് ബാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല ഗൈസ്, ബാക്കിയൊന്നും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ ഇതാ വൈശാട്ടൻ പിന്നെ ആകെ ഞാൻ പിന്നെ ഇതും ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, അയ്യോ എൻ്റെ വൈശാട്ടനെ കളറൊക്കെ പോയല്ലോ എന്നിട്ടോ ഞാനിങ്ങനെ ഷോക്കാക്കുക വൈശാട്ടനെ. സംഭവം 2-3 ദിവസത്തെ ട്രിപ്പിന് പോകുന്ന ആൾക്കാർ എന്നെ മറ്റേ എന്താ പറയുക സൺസ്ക്രീനൊക്കെ കൊണ്ട് പോകുന്ന കാലമല്ലേ. വൈശാട്ടൻ ഇപ്പോൾ 7 മാസമായില്ലേ, പറഞ്ഞിട്ടല്ലേ ഇത്രയും കാലം പിടിച്ച് നിന്നല്ലോ, അതന്നെ വലിയ കാര്യം. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടിലേക്കായിട്ട് ശോഭികയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഓണം ആ ഒരു സെക്ഷനിലാണ്. സെറ്റുമുണ്ട്, സെറ്റ് സാരീസ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ സെക്ഷൻ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഓണമൊക്കെ അല്ലേ, കുറേ പേര് എടുക്കുന്നുണ്ടല്ലോ, എടുത്തെടുത്ത് പോകുന്നുണ്ടല്ലോ നല്ല നല്ല ഐറ്റംസ്. അപ്പോൾ പെട്ടെന്ന് റീസ്റ്റോക്ക് ആവുന്നുമുണ്ട്. അപ്പോൾ നല്ല ഐറ്റംസ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ ഇന്ന് എടുത്തു കേട്ടോ. ഞാൻ റീനമ്മ, ഉഷമ്മ, അച്ചച്ചന്മാർ, ഇവിടുത്തെ അവിടുത്തെ അച്ചച്ചന്മാർ, അച്ചമ്മ, അമ്മമ്മ, അങ്ങനെ എല്ലാവർക്കും എല്ലാ ഡ്രസ്സൊക്കെ എടുത്തു. തുമ്പിക്കും അല്ലൂട്ടനും എല്ലാവർക്കും ഉള്ളത് എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഒരുപാട് കളക്ഷൻസ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇതാ തുമ്പിപ്പെണ്ണ്, അല്ലൂട്ടൻ എന്തിനോ കരയാണ്, എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഓക്കെ, ഞങ്ങൾ അവിടുന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി കേട്ടോ. സൈഡായിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ തന്നെ ഞങ്ങൾ പോവുകയാണ്. ഈ പെണ്ണ് ഇതും എടുത്തിട്ട് ഇറങ്ങിയത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പാവക്കുട്ടി എടുത്തിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം, അവിടെയും അവൾ അതെടുത്തിട്ടാണ് വന്നത്. അതാണ് കോമഡി. അല്ലൂട്ടിൻ്റെ ഈ ഡ്രസ്സ് കട്ട പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ. കട്ടയും കല്യാണിയും നല്ല എനിക്ക് അവന് നന്നായി ചേരുന്നുണ്ട് ആ ഡ്രസ്സ്. അങ്ങനെ ഇത് അമ്മ ബേക്കുന്ന എന്തൊക്കെയോ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കട്ടെ. അമ്മയ്ക്ക് ഏകദേശം അറിയാം ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കാൻ വന്നതിൻ്റെ അവസ്ഥ. വൈശായിട്ടും സൈഡായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. ഓർഡർ ചെയ്യാണ്. തുമ്പിപ്പണ്ണിൻ്റെ കയ്യിൽ കണ്ടില്ല, അവളുടെ കുഞ്ഞാവേനെ എടുത്തിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. ഇനി ഇവിടുന്ന് ഫുഡ് വെച്ചിട്ട് അമ്മേനെ അവിടെ ആക്കി, അവിടെ ഞങ്ങൾക്ക് വേറെ വീട്ടിലും കയറാണ്ട്, അതും അവിടെയും കയറി കഴിഞ്ഞിട്ട് വേണം ഇനി തിരിച്ച് ഏട്ടൻ അവിടെ ചെല്ലാം. ഞങ്ങൾ ഇന്ന് അവിടെ സ്റ്റേ അല്ല കേട്ടോ. തുമ്പിപ്പണ്ണ് ഇവിടുന്ന് വർത്താൻ പറയുന്നുണ്ട്, തുമ്പി ഒച്ചയുണ്ടാക്കല്ലേ. അങ്ങനെ ഇതാ തുമ്പി വാവയ്ക്ക് കൊടുക്കാൻ പറയും. മോളെ തുമ്പി വാവയ്ക്ക് കൊടുക്കാൻ പറയും, വാവയ്ക്ക് കൊടുക്കേ. ആ കേട്ടോ, തുമ്പീൻ്റെ വാവയാണ് കേസ്. അവൾ ഇവിടെ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട വാവയാണ് ഉള്ളത് കേട്ടോ. എന്തത് ചിക്കൻ ചൂടുണ്ട് കേട്ടോ. ചിക്കൻ ചൂടുണ്ട്, നല്ല എടുക്കും. തുമ്പിമോളെ മോളെ ആരെ കുട്ടിയാ? തുമ്പിമോളെ ആരെ കുട്ടിയാ? അയ്യോ എനിക്ക് വയ്യ ദൈവമേ. തുമ്പി ആരെ കുട്ടിയാ? ഇതൊക്കെ പിന്നെ ഇന്നലെ അവിടുത്തെ കലാപരിപാടികളായിരുന്നു കേട്ടോ. ഈ സമയം ഞാനില്ലായിരുന്നു. ഞങ്ങളവിടെ തകർത്ത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈശാട്ടൻ 2 മക്കളെയും കൊണ്ട് പോയിട്ട് അവിടെ നിന്നുള്ള പരിപാടികളായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഫോണിലാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇവരിതിൽ എന്തിലൊക്കെയോ കയറിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ തുമ്പിപ്പെണ്ണ് എന്തൊക്കെയോ കളിക്കിയിട്ട് അല്ലൂട്ടനും തുമ്പിയും കൂടെ ഗെയിം സെക്ഷനിൽ കയറിയതാട്ടോ. എന്താ തുമ്പിയെ? എന്നെ വോയിസ് ഓവർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. ഓളല്ല നീണ്ട. ഹലോ,
അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ വരും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം.